ആ കൊച്ചേട്ടൻ ഇവിടെ തന്നെ നിക്കണത്. വാ, അകത്തേക്ക് വാ. ഞാനിവിടെ വന്നോളാം. ദേഷ്യത്തിലാണല്ലോ കൊച്ചേട്ടൻ. അകത്തെന്റെ ഭാര്യയുണ്ട്, ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാ കൊള്ളാം. അതെന്താ അങ്ങനെയൊക്കെ സംസാരിക്കണത്? അന്യ വീട്ടുകാരോട് പറയുന്നത് പോലെ. എന്റെ സഹോദരി, നിങ്ങളോട് വിശദീകരണം തരാനൊന്നും എനിക്ക് സമയമില്ല. എന്റെ ഭാര്യയോടും മോളോടും നിങ്ങളുടെ മോനോടും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഞാനകത്തോട്ട് വരില്ല, എന്നെ വിളിക്കുകയും വേണ്ട. എന്റെ ഭാര്യ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് പോകും. കൊച്ചേട്ടാ, ഒന്ന് പതുക്കെ പറ, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ. നാട്ടുകാരുടെ ചെലവിലല്ല ഞാൻ കഴിയുന്നേ. അതുമല്ല, നാട്ടുകാര് ചിരിക്കുന്നത് എന്നെ നോക്കിയായിരിക്കില്ല. പിന്നെ ഗൗരിയെ മുരളി നോക്കി ചിരിക്കുന്നാണോ? എന്റെ മോനെ നല്ല അന്തസ്സായിട്ടാ എന്റെ മരുമോളെ നോക്കുന്നത്. അധ്വാനിച്ച് മാന്യമായിട്ട് അവൻ ജീവിക്കുന്നതും സ്നേഹത്തോട് തന്നെ അവര് കഴിയുന്നതും. അവരെ കുറിച്ചേ നാട്ടുകാർക്ക് നല്ലതേ പറയാനുള്ളൂ. ഇത്രയും നന്നായിട്ട് കഴിയുന്നവരോടെ ദേഷ്യം കാണിക്കുന്ന ആളിനെ കുറിച്ചായിരിക്കും നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. നേരെ ചെവുകയാണോ നിങ്ങൾ ഈ മാഹാത്മ്യം പറയുന്ന മോൻ എന്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നേ? ആണോ? അവക്ക് വേറെ വിവാഹം തീരുമാനിച്ചിരുന്നതാ. കല്യാണ ദിവസം രാവിലെ എന്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതല്ലേ നിങ്ങളുടെ മോൻ? മനസ്സുകൾ തമ്മിൽ സ്നേഹിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഈ ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഭാര്യയെന്നും പറഞ്ഞ ഒരു അന്യ പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുന്നതേ നാട്ടിൽ സ്ഥിരം നടക്കുന്നതാണോ? നാട്ടുകാരുടെ മുന്നിൽ ഭാര്യയെന്നും പറഞ്ഞ് ആ പെങ്കൊച്ചനെ കുറെ കാലം പൊറപ്പിച്ചതല്ലേ? മതി മതി, നിർത്ത്. ഉത്തരം മുട്ടുമ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉത്തരം മുട്ടോണ്ടല്ല, എന്റെ മക്കളെ പോലെ, എന്റെ ഗൗരിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു മോളെ കുറിച്ചാണ് ചേട്ടൻ ഈ പറയണത്. ദേവിക മോളെ ആവശ്യമില്ലാതെ ഇത്തരം സംസാരങ്ങൾ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല. അവരും ഒരു പുതിയ ജീവിതം തുടങ്ങി, അതോർത്ത് വിഷമിക്കണ്ട. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ചേട്ടനും അറിയാം. ഞാനും കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്തതാ. അതുകൊണ്ട് തന്നെ കൊച്ചേട്ടനെ കുറ്റപ്പെടുത്താൻ പൂർണ്ണമായിട്ട് അർഹതയില്ല. കൊച്ചേട്ടനൊന്ന് മനസ്സിലാക്കണം, കൊച്ചേട്ടൻ ഇപ്പോ ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ല, അപ്പൂപ്പനാവാൻ പോവുക. കൊച്ചേട്ടാ, നമ്മുടെ കുട്ടികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക. വഴക്കൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം. സന്തോഷമുള്ള ആളുകളെ കണ്ടു വേണം നമ്മുടെ കുഞ്ഞ് കണ്ടു വളരാൻ. നിങ്ങളൊന്ന് പോയി തരുമോ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇയാൾ എന്തെങ്കിലും കാണിക്കട്ടെ. ഗൗരിയുടെ അമ്മ എവിടെടാ? അടുക്കളയിലുണ്ട്. ചായയൊക്കെ കൊടുത്തോ? ആ, കൊടുത്തു കാണും. അമ്മ അങ്ങോട്ട് ചെല്ല്. ആ പിന്നെ അമ്മയുടെ ആ പഴയ സ്വഭാവം ഒന്നും അങ്ങോട്ട് കാണിച്ചേക്കരുത്. എന്ത് സ്വഭാവം? അല്ല, അങ്ങനെയൊന്നും ചെയ്യില്ലെന്നറിയാം, പറഞ്ഞതേ ഉള്ളൂ. എന്താ നീ കാര്യം പറ. ഇനി സ്ത്രീധനം എവിടെ, എപ്പ കൊണ്ടുവരും, ഇപ്പം വന്നത് സ്വർണം കൊണ്ടാണോന്നൊന്നും ചോദിച്ചേക്കരുത്. ഒന്നും കൂടി തരും ഞാൻ. അവരുടെ മോൾക്കേ അവരായിട്ട് എന്തെങ്കിലും കൊടുത്താലായി. എനിക്കെന്തിനാ കണ്ടവരുടെ സ്വർണവും കാശൊക്കെ? അല്ല, മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറയാറ്, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാ. മുമ്പത്തെ പോലെയാണോ? ഗൗരിമോളുടെ വയറ്റിലേ എന്റെ മോന്റെ കുഞ്ഞു വളരുന്നുണ്ട്. അവള് എന്റെയും കൂടി മോളാ. നീ നിന്റെ പാട് നോക്കി പോട ചക്ക. ഓ എടാ, ആ വാസുക്കൊച്ചേട്ടനെ ഒന്ന് അനുനയിപ്പിച്ച് ഇവിടം വരെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? അമ്മ കണ്ടില്ലേ ബന്ധുക്കാരനെ? കണ്ടു. അനുനയ ശ്രമമൊന്നും ഉണ്ടായില്ലേ? വല്ലതും നടന്നോ? എന്നാലും നീയായിട്ട്. ആ അതെ, ഇപ്പൊ ഗൗരിയുടെ അച്ഛനും അമ്മയും വന്നത് ഞാൻ പോയി വിളിച്ചിട്ടൊന്നും അല്ലല്ലോ. ആ, വരേണ്ട സമയത്ത് വന്നോളൂ. അമ്മ ചെന്ന് അവരോട് സംസാരിക്ക്. വേഗം പോണെന്ന് പറഞ്ഞ് നിൽക്കുക.